ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു വീഡിയോൻ്റെ താഴെയായിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, വീട്ടിൽ നല്ല പൊടിശല്യമാണ്, അത് കുറക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിക്കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീട്ടിലെ പൊടിശല്യം വീട്ടമ്മമാർക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. വീട്ടിൽ ആർക്കെങ്കിലും അലർജി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പൊടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. എത്രയൊക്കെ വൃത്തിയാക്കിയാലും പലപ്പോഴും പൊടിയും അഴുക്കും ഇല്ലാതാക്കാൻ പൂർണ്ണമായും കഴിയില്ല. എന്നാൽ ചില വിദ്യകൾ പരീക്ഷിച്ചാൽ വീട്ടിലെ പൊടിശല്യം കുറയ്ക്കാം. പൊടി അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന ചില വസ്തുക്കൾ വീട്ടിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് പൊടിശല്യം ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അനാവശ്യ ഗൃഹോപകരണങ്ങൾ, പഴയ കാർപ്പറ്റ്, ചവിട്ടി, പഴയ കർട്ടൻ, പഴയ മെത്ത, പഴയ പേപ്പറുകളും മാസികകളും എല്ലാം ഇതിലുൾപ്പെടും. കാർപ്പറ്റാണ് പലപ്പോഴും വീട്ടിലെ അഴുക്കും പൊടിയും വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. അതുകൊണ്ട് ആദ്യം തന്നെ കാർപ്പറ്റ് പൂർണ്ണമായും ഒഴിവാക്കണം. ഏറ്റവും കൂടുതൽ പൊടി കൊണ്ടുവരുന്നതാണ് കാർപ്പറ്റ്. ഇനി കാർപ്പറ്റ് ഇട്ടേ കഴിയൂ എന്നുണ്ടെങ്കിൽ അവ ദിവസവും വൃത്തിയാക്കുക. ഇതിനായി ഒരു വാക്വം ക്ലീനർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലെ എല്ലാ സാധനങ്ങളും മാറ്റി എല്ലായിടവും നന്നായി തുടച്ചിടുക. പിന്നെ ചെരുപ്പുകളും മറ്റും കഴിവതും വീടിന് പുറത്ത് ഷൂ റാക്കിൽ വെക്കാൻ തന്നെ ശ്രമിക്കുക. ഒരിക്കലും വീടിനകത്ത് ചെരുപ്പിട്ട് കയറാനോ ചെരുപ്പ് ഉപയോഗിക്കാനോ പാടില്ല. ചെരുപ്പുകളിൽ പൊടി വേഗം അടിഞ്ഞുകൂടും. ഒപ്പം പുറത്തെ അഴുക്കും ചെരുപ്പുകളിലൂടെ അകത്തെത്തും. പിന്നെയുള്ളത് ജനലുകൾ അടച്ചിടുക എന്നതാണ്. റോഡിനടുത്താണ് വീട് എന്നുണ്ടെങ്കിൽ ജനലുകൾ പൂർണ്ണമായും അടച്ചിടുക. അതിരാവിലെയും രാത്രിയും ജനലുകൾ തുറക്കാം. നല്ല ഡോർ കർട്ടനുകൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ഫർണിച്ചറുകളാണ്. മരം കൊണ്ടുള്ള ഗൃഹോപകരണങ്ങൾ നിത്യവും നല്ല പോലെ തുടക്കാം. ചിതല് പിടിക്കാതിരിക്കാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും വാർണിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ എല്ലാ ഫർണിച്ചറുകളും തുടയ്ക്കുക. പിന്നെ പൊടി അടിഞ്ഞുകൂടിയിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് വീട്ടിലെ ഫാനുകൾ. ഫാനിലെ പൊടി ആഴ്ച തോറും തുടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ AC, ചൂട് കുറക്കാൻ ഉപയോഗിക്കുന്ന AC വാങ്ങുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ നീക്കം ചെയ്യാൻ കഴിവുള്ള ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് അബ്സോർപ്ഷൻ ഉള്ളത് തന്നെ വാങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല അറിവുകളുമായി വീണ്ടും കാണാം.